தினம் பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக நெஞ்சமும் புண்ணானதே இத்தனை நாளாக இன்னும் நான் பாராமல். அம்மா படவலத்துல இருந்து சாயங்காலம் தான் வருவீங்கன்னு சொல்லிட்டு என்னாச்சு? வேலைக்காரலாம் வரலையா? வேலைக்காரோடൊക്കെ പൊക്കോളാൻ പറഞ്ഞു. அது என்ன 2-3 நாள் வேலை இருக்குன்னு தானே சொன்னீங்க, എതുക്ക് പോ சொன்னீங்க? 2-3 ദിവസത്തെ പണിയുണ്ട്, പക്ഷെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ നിർത്തിക്കോളാൻ പറഞ്ഞ? അതെന്തൊരു അമ്മൂമ്മ? അമ്മൂമ്മ എവിടുന്ന് വലിയ കാര്യത്തിൽ പോയതല്ലേ? അവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അച്ചി അമ്മൂമ്മ എന്തുണ്ടി? എന്തൊരു അമ്മ വരണേ? എന്നമാച്ച് சொல்லுங்களே. അമ്മൂമ്മ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? അമ്മൂമ്മ അമ്മ വല്ലപ്പോഴും അല്ലേ പടവലത്ത് പോന്നേ? അമ്മ ലളിതാന്റായിട്ട് വഴക്കിട്ടോ? ഒന്ന് പോകച്ചേ, ഞാൻ എന്തോ പടവലത്ത് പോന്ന വഴക്കിടാനാണോ? സൗണ്ടും പോയല്ലേ? അമ്മൂമ്മ കാര്യം പറ അമ്മൂമ്മ. சொல்லுங்கம்மா. കാര്യം പറ. ഞാനിവിടുന്ന് പോയപ്പോ എല്ലാവരുടെയും ജാതകം കൊണ്ടല്ലേ പോയത്? ഓ ஆமா, நீங்க முன்னா நேத்தே ஜோல்சர்ட்ட கொடுத்தீங்கன்னு சொன்னாங்க. என்னாச்சு, அவரு பார்க்கவே இல்லையா? എല്ലാവരുടെയും ജാതകം നോക്കി, എല്ലാവരുടെ ജാതകവും നല്ല ജാതകമാണ്. പ്രത്യേകിച്ച് പാറുവിന്റെ കെങ്കേമമാണെന്നാ ജോത്സ്യര് പറഞ്ഞു. ഓ, അമ്മൂമ്മയ്ക്ക് അത് കേട്ടപ്പോ സന്തോഷമായി കാണും, അതുകൊണ്ടാണ് കരയുന്നേ. അതെന്തോ പറയില്ല കേട്ടാ, ആനന്ദിന്റെ ആശ്രമം. ആനന്ദിന്റെ ആശ്രമോ? നീ ആനന്ദാശ്രമമാണ് ഉദ്ദേശിച്ചേ? സന്തോഷ കണ്ണീര്. എല്ലാവരുടെയും ജാതകം നോക്കിയതിന് ശേഷം സിദ്ധുവിന്റെ ജാതകം നോക്കിയത്. ആലോചിക്കുമ്പോ തന്നെ എന്റെ കൈയും കാലും വിറയ്ക്കുക. നിങ്ങളിതിപ്പോ തൽക്കാലം ലച്ചുവിനോട് പറയാൻ നിക്കല്ലേ. ലച്ചോട് പറയാത്ത എന്ത് കാര്യം? പറയണ്ട, അത് തന്നെ. എന്തെന്നാ എന്താ പറ? നമ്മള് ഇങ്ങനെ അമ്മൂമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മൂമ്മ അവിടെ പടവലത്ത് പോയപ്പോ ലളിതാന്റിയായിട്ട് എന്തോ അടി ഉണ്ടാക്കിയെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ അമ്മൂമ്മ? എന്തോന്ന് അമ്മൂമ്മേ, വല്ലപ്പോഴുമാണ് പടവലത്തേക്ക് പോകുന്നത്, എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ അടി ഉണ്ടാക്കുന്ന. കരയണ അമ്മൂമ്മ എന്തിനാ കരയണ? ഇനി ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മൂമ്മ പോട്ടമ്മൂമ്മ, ഈ ജാതകം നമ്മൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട കേസൊന്നും അല്ല, വിട്ടേക്ക് പോട്ട്. ഓ, അമ്മൂമ്മ ജാതകം കൊണ്ടാണല്ലേ പോയത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാക്കിയേ. ആ ചോദിച്ച ജാതകം നോക്കി വല്ല നെഗറ്റീവും പറഞ്ഞു കാണും. ആണോ അമ്മൂമ്മേ? എന്റെ അമ്മൂമ്മേ, ഈ ജ്യോതിഷം എന്ന് പറയുന്നതേ നാളിനെ ചുറ്റിപ്പറ്റിയും ഗ്രഹത്തിനെ ചുറ്റിപ്പറ്റിയൊക്കെ പറയുന്നതല്ലേ. ഇത് സത്യമാണോ മിഥ്യയാണോ പോലും നമുക്ക് അറിയാൻ പാടില്ല. അമ്മൂമ്മ അത് മാത്രമല്ല, പണ്ടത്തെ ആൾക്കാരെ പറയണ കേട്ടിട്ടില്ലേ, ജ്യോതിഷം എന്ന് പറയുന്ന സംഭവം സത്യമാണ്, പക്ഷെ ഇത് നോക്കണ ജ്യോത്സ്യന്മാര് കള്ളന്മാരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അയ്യോ, കൊച്ചകൃഷ്ണൻ ജോത്സ്യൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല. ജ്യോതിഷ രത്ന പട്ടം കിട്ടിയിട്ടുള്ള ആളാ. എന്തുമാത്രം ജാതകം അവിടെ ഇരിക്കുന്നറിയാവോ? നമ്മളോടുള്ള അടുപ്പം കൊണ്ടാണ് നമ്മുടെ അത് പെട്ടെന്ന് നോക്കി തന്നത്. ആട്ടെ, സമ്മതിച്ച്. ഇപ്പൊ ആരുടെ ജാതകം നോക്കിയിട്ടാണ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത്? ഇനി ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സിദ്ധുവിനെ അമ്പലങ്ങളിലെല്ലാം കൊണ്ടുപോകണം. സിദ്ധുവിന്റെ പേര് വഴിപാടുകളൊക്കെ നടത്തണം. അമ്പലത്തിലും കൊണ്ടുപോകാൻ വഴിപാടും നടത്താം. ജോത്സ്യൻ എന്താ പറഞ്ഞേന്നൊന്ന് പറ. നീ സിദ്ധുവിനെ വിഷമിപ്പിക്കരുത്. സിദ്ധുവിന്റെ ഗ്രഹസ്ഥിതി ശരിയല്ല. ഗ്രഹങ്ങളെല്ലാം ഇഷ്ടഭാവത്തിലല്ലയോ നിൽക്കേണ്ടുന്നത്, എല്ലാം അനിഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത്. ബുധനും ശനിയും ഒന്നും നേരെയല്ല നിൽക്കുന്നത്. കർമാധിപനായ വ്യാഴത്തിനും ബലമില്ല. ലച്ചു മോളെ, സിദ്ധുവിനെ ശ്രദ്ധിച്ചോണേ. സിദ്ധുവിന് ദീർഘായുസില്ലെന്നാ ജോത്സ്യര് പറഞ്ഞത്. ഹലോ, അരി പറടാ. ഞാനൊന്ന് വാഴക്കാല വരെ പോവാം. എടാ, നമ്മുടെ കൊച്ചു കൃഷ്ണൻ ജോത്സ്യന് ഒരു അബദ്ധം പറ്റി. എടാ, നമ്മുടെ പടവലത്തുള്ള ഭവാനിയമ്മയില്ലേ, ഭവാനിയമ്മയുടെ കൊച്ചുവൻ സിദ്ധാർത്ഥൻ, അവൻ്റെ ജാതകത്തിന് പകരം മൂവാറ്റുപുഴയുള്ള സിദ്ധാർത്ഥൻ്റെ ജാതകത്തിൻ്റെ ഫലം പറഞ്ഞു. ആ ഭവാനിയമ്മയുടെ വീട്ടിൽ പോയിട്ട് അതൊന്ന് തിരുത്തി പറയണം. അങ്ങോട്ട് പോവുക.
ഇങ്ങനെ കരയാതെ. പോട്ട് 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 കണ്ണങ്ങ തുറ. കണ്ണ് തുടടോ. ചിലപ്പം അളിയന്റെ ഈ തെറ്റിയിരിക്കുന്ന ഗ്രഹങ്ങളൊക്കെ നേരെയായി വന്നാലോ? മിണ്ടാരിയടാ. വ്യാഴം പുള്ളിയൊക്കെ ശരിയാവും ചിലപ്പോ. കേശുവേ, ഓ, ശരിക്കും അമ്മൂമ്മ പറഞ്ഞ ഈ ജോത്സ്യൻ അത്രയ്ക്ക് അടിപൊളിയാണ്. സംഭവം പുള്ളി അത്യാവശ്യം പണിയറിയുന്ന കൂട്ടത്തിലാണ്. പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അച്ചട്ടാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞതാണ്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ടേ അന്ന് നമ്മള് വീടിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോ നമ്മൾ അമ്മൂമ്മ അടുത്ത് പറഞ്ഞില്ലായിരുന്ന, അമ്മൂമ്മ ജസ്റ്റ് ഒന്ന് ജോത്സ്യത്തിന് പോയി ചോദിക്കുകയോ ഇതെല്ലാം ചെയ്യുമോ എന്ന്. അന്ന് അമ്മൂമ്മ പോയില്ലേ, അത് ഈ ജോത്സ്യന്റെ അടുത്താണ്. അന്ന് പുള്ളി പറഞ്ഞെന്താന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ച് രക്ഷപ്പെടുകയും ചെയ്യും, ചിലപ്പോ ഈ വീട് മേടിക്കാനും സാധ്യത ഉണ്ടെന്ന്. അതേപോലെ സംഭവിച്ച. അതാണ് ഞാൻ പറഞ്ഞത് അച്ചട്ടാണെന്ന്. അളയോടെ എണീറ്റില്ലേ? എണീറ്റവിടെ ഇരിപ്പുണ്ട്. എനിക്ക് അവന്റെ മുഖം കാണുമ്പോഴേക്കും എന്റെ നെഞ്ചിടിപ്പൊക്കെ കൂടുക, സങ്കടമൊക്കെ വരുന്നു. ആ ഇവിടെ ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്താണ് ഒരു ഓവർ വിനയവും ബഹുമാനവും ഒക്കെ? ബഹുമാനത്തിനൊന്നും ആവശ്യമില്ല, ഇരിക്ക്. സിധുനെ കുടിക്കാൻ എന്തെങ്കിലും വേണോ? ചായ കാപ്പി അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയാണെങ്കിൽ ഒരു കട്ടൻ ചായ കുടിക്കാം. അളിയനൊരു കട്ടൻ ചായ. അളിയ അളിയ എണീറ്റ്. എന്താടാ? എണീറ്റളിയ, സീറ്റിലോട്ടിരുന്ന്. എന്താ കാര്യം പറ നീ? അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ആണിയൊക്കെ കാണും, ചിലപ്പോൾ കുത്തിക്കൊണ്ടാ പറയാൻ പറ്റില്ല. ചെറിയൊരു ആണി കുത്തി കയറിയാലും മതി. കട്ടൻ ചായ ഇപ്പൊ വരുവളി. അല്ലടാ, എനിക്ക് കാര്യം മനസ്സിലായില്ല. നീ എന്താ ഇങ്ങനെ എന്നെ സ്നേഹിക്കണേ? ലച്ചു എന്റെ അടുത്ത് കട്ടൻ ചായ വേണോ എന്തായാലും കുടിക്കാൻ വേണോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ വല്ലാത്തൊരു സ്നേഹം? ഒന്നുമില്ല പ്രത്യേകിച്ച്. അളിയാ, അളിയ ഇന്ന് വൈകിട്ട് എന്താ നിനക്ക് പരിപാടി? എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലേ. എനിക്കെന്നാ പരിപാടി ഉണ്ട്. വൈകിട്ട് എനിക്ക് കൊടുങ്ങല്ലൂർ വരെ ഒന്ന് പോകണം. അതുകൊണ്ട് നീ ഇന്ന് ബൈക്ക് എടുക്കരുത്. അളിയ എവിടെ പോണെന്ന്? കൊടുങ്ങല്ലൂര്. അളിയൻ ബൈക്ക് ഓടിച്ച് കൊടുങ്ങല്ലൂർ വരെ പോണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ വഴിയിലാണെങ്കിൽ ഒടുക്കത്തെ തിക്കും തിരക്കും കുണ്ടും കുഴിയൊക്കെയാണ്. നീ ബൈക്ക് ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടാ, ഇത് എന്ത് കഷ്ടം നോക്കി. ഇങ്ങനെ പുറത്തോടെ പോകാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ നിനക്ക് കൊടുങ്ങല്ലൂർ പോയേ പറ്റുള്ളൂ എങ്കിൽ ഇവനെയും കൂട്ടേക്കോ, ഇവന് വണ്ടി ഓടിച്ചോളൂ. ഞാൻ വരാളെ, ഞാൻ വണ്ടി ഓടിക്കാം. പിന്നെ പ്രശ്നം കഴിഞ്ഞല്ലോ. അങ്ങനെ അടുത്ത മാസം ഞാൻ ദുബായിക്ക് പോകുമ്പോൾ ഇവരെ ഞാൻ കൊണ്ടുപോകണമായിരിക്കും അല്ലേ? ദുബായിക്ക് പോകുന്ന കാര്യല്ലേ, അത് നമുക്ക് അപ്പ ആലോചിക്കാം. ദുബായിക്ക് വിടണോ വേണ്ടത്? അളിയാ, അളിയ മൊത്തത്തില് കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. നമുക്കേ പടവലത്ത് പോയി അവിടുത്തെ ആറ്റിലേക്ക് ഒന്ന് ചാടി ചില്ല് ചെയ്താലോ? ആറ്റിലൊന്നും ചാടാൻ പറ്റൂല, ശരിയാവൂല. ആറ്റിൽ ചാടാ, അതിനകത്ത് മൊത്തം നീർനായാണ്. നീർനായാണ്. നീർനായോ? നീർനായ എന്ത് ചെയ്യാനാ? നീർനായ പലതും ചെയ്യും, അതൊന്നും പറയാൻ പറ്റില്ല. കട്ടൻ ചായ. சித்து கட்டன் சாய் நல்ல சூடா இருக்கு, பார்த்து ஊதி ஊதி குடி. അല്ല, ആന്റി എന്തിനാ കരയുന്നേ? അമ്മൂമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും சொல்லலப்பா. ഒന്നുമില്ല. ഈ കരയാൻ എനിക്ക് തോന്നുന്നു കണ്ണിലെന്തോ പൊടി പോയെന്ന്. മറ്റേ എന്തിനു കരയാണേ? തലക്കടിച്ച് കൊല്ലൂ നീ എന്നെ. ഇത് മറ്റേ തലയിൽ കയറിയാലും മതി. ഈടാ, ഇവൻ എന്തോന്ന്? ഒന്നുമില്ല. സിധു ചായ കുടിച്ചോ? കുഴപ്പമൊന്നുമില്ല. ലച്ചൂസേ, നീ മാറുന്നേ. ഇന്നെന്തോ കഴിക്കാനുള്ളത്? കഴിക്കാൻ ഉപ്പാവ് ഞാൻ ഇപ്പഴും തൊട്ടുവരാം. അല്ല, ഇപ്പൊ വേണ്ട. ഞാൻ എന്തുവാ കഴിക്കാന്ന് മാത്രം ചോദിച്ചതേ ഉള്ളൂ. അത് കുഴപ്പമില്ലടേ, ഉപ്പാവില്ല കഴി. എനിക്ക് വിശക്കുന്നില്ലടാ. കുഴപ്പമില്ല കഴി. பார்த்து குடிப்பா. ചേച്ചി എടുത്ത് തന്നെ വരുന്നു. ലച്ചു, എനിക്കിപ്പോ വിശപ്പില്ല. ഞാൻ എന്തുവാ കഴിക്കാന്ന് മാത്രം നിന്റെ അടുത്ത് ചോദിച്ചതേ ഉള്ളൂ. അത് കുഴപ്പമില്ല, ഇത് കഴിക്ക്. ഒരു 10 മണിയെങ്കിലും ആവട്ടെ, എന്നിട്ട് കഴിക്കാന്ന്. വിശക്കുന്നില്ല. അത് കുഴപ്പമില്ല, ഇത് കഴിക്ക്. എടാ, എനിക്ക് വിശപ്പില്ലടാ. വിശപ്പില്ലേ? അപ്പൊ ഡോക്ടറെ കാണിക്കണമല്ലോ. അല്ലളിയാ, അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, അളിയാ, വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമയത്തിന് ഫുഡ് കഴിക്കണം.
പിന്നെ അമിതാഹാരം പാടില്ല, എല്ലാവരും ലിമിറ്റിൻ്റെ കഴിക്കാൻ പാടുള്ളൂ. ആ വേറൊരു കാര്യം, കരിച്ചതും പൊരിച്ചതും ഒന്നും കൊടുക്കരുത്, കഴിക്കണ്ട, അതങ്ങ് ഒഴിവാക്കിയേക്കുക. ആ നാളെ തന്നെ പടവലത്ത് പോകണം. അവിടെ ആവുമ്പോൾ ജൈവ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തോണ്ട് വരാം. നീ പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി. അമ്മമ്മ എന്നാ പറ്റി ഒരു കാര്യം ചെയ്യും, അവിടുത്തെ പുല്ലും കാടൊക്കെ കൂടെ എടുത്തോണ്ട് പോവാ, ഞാൻ എല്ലാം കൂടെ ഒന്ന് കഴിക്കാം. എന്തോ ചുമ്മാ സിദ്ധു ഇത് കഴിക്കേ, വേണ്ടായിരിക്കും. ഞാൻ എന്നാ വാരിത്തരാം. ആര് തരാമോ? ആ